ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. ദ്വാരപാലക ശില്പപാളി ചെമ്പാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ആവർത്തിച്ചു. വിവാദങ്ങളിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽ എല്ലാ പഴിയും ചാരുകയാണ് ദേവസ്വം ബോർഡ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത്. അപ്പോൾ അദ്ദേഹം വലിയ ആരോപണത്തിൽ ദേവസ്വം ബോർഡിനെ നിർത്താൻ ശ്രമിച്ചു. ഇപ്പോൾ അദ്ദേഹം സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കൃത്യമായ അന്വേഷണം വേണം. സ്വർണം ചെമ്പായതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ പഴിക്കുന്നു. ചെമ്പ് സ്വർണമായതെങ്ങനെയെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ മാധ്യമങ്ങളാണ് ഇത് ചെമ്പ് പാളി സ്വർണ്ണപ്പാളിയാക്കി മാറ്റിയത്. സുവർണാവസരം മുതലാക്കി പ്രതിപക്ഷം വിഷയം മാളിക്കത്തിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം രാജിവെച്ച് പുറത്തു പോകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട്. അയാൾ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട്, സർക്കാരും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഉടനെ രാജിവെച്ച് പോകേണ്ടതാണ്. അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ എന്നാണ് അറിയേണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി. ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. കപടഭക്തന്മാർ നാട് ഭരിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്തേക്കും. മീഡിയ 1 തിരുവനന്തപുരം.